ആ പറഞ്ഞ മാധവജി എന്തായിരുന്നു, എവിടെ നിന്നായിരുന്നു? അതെ, അത് പക്ഷെ അതിന് മുന്നത്തെ ക്ലാസ് അല്ലേ അല്ല മാധവജി? പ്രഭു, നമ്മൾ അതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ നിർത്തിയത്. ആരേത്? അതെ, 78-ല് അല്ലെ, 78. അത് കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുന്നത്തെ ക്ലാസ് അത്, ക്ലാസ്സിലായിരുന്നു. തേഴ്സ്ഡേ. അതെ അതെ, 128 78-ാം വരെയല്ലേ പ്രശ്നം. വായിച്ചേക്കണേ? പിന്നെ അതെ, കുറെ വായിച്ചു അതില്. 128 വരെ. 79 to 123 വായിച്ചു ഇപ്പോ. അല്ല, വായിച്ചു ജസ്റ്റ് വായിച്ചു. ഈ ലാസ്റ്റ് 124 മുതൽ പാർട്ടിന്റെ ഒരു വായിക്കണം. കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി. അല്ലെ ഓരോ ശ്ലോകം നോക്കി പെട്ടെന്ന് പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒരു. അതായിരിക്കും നല്ലത്. 79 അതെ, നോക്കിയിട്ട് ഇത് ഓർമ്മയില്ല പ്രഭു, അത്രയും ഒരുമിച്ചൊന്നും. എന്നാ നമുക്കൊന്ന് 79-ൽ നിന്ന് ഒന്നും കൂടി പോണോ? അതാ പോവാലോ. നല്ലത്. എന്നാ അതായിരിക്കും നല്ലത്. പ്രഭു, ആ തുടങ്ങിയാലോ? ശ്ലോകവും ഭാവാർത്ഥം വിട്ട് വിവർത്തനം മാത്രം വായിച്ചു പോവാം, അപ്പൊ കണ്ടിന്യൂഷൻ കിട്ടും. ആ, അത് ഓക്കെ. അതായാലും മതി. അതെ, അതായാലും മതി. നമ്മൾ വായിച്ചതാണല്ലോ. പിന്നെ പ്രഭു വരുമ്പോ ചോദിക്കും. അപ്പൊ നമുക്ക് 79-ൽ നിന്ന് തുടങ്ങാം. അപ്പൊ നമുക്കൊരു മാറി മാറി കുറച്ച് പേര് വായിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ശ്ലോകം ഭാവം. ശ്ലോകം ശ്ലോകം മാത്രം മതിയല്ലോ, ഭാവാർത്ഥം വേണ്ടല്ലോ. ശ്ലോകം വിവർത്തനം. അതെ അതെ. ശ്ലോകം വേണ്ട പ്രഭു, വിവർത്തനം മാത്രം. വിവർത്തനം മാത്രം. ഓക്കെ, ശരി ശരി. തുടങ്ങാം. 79-ൽ തുടങ്ങിക്കോളൂ പ്രഭു. ഓക്കെ, ഹരീഷ്. ഇത് വിവർത്തനം മാത്രം. നമ്മൾ വായിച്ചത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ഒരു ഐഡിയ കിട്ടാൻ. 79 ഹരീഷ്. മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ. ശ്ലോകം 79-ന്റെ വിവർത്തനം. പ്രഭു. ഒരു ദിവസം മഹാപ്രഭു തന്റെ എല്ലാ ഭക്തന്മാരോടും ഒപ്പം നാമസങ്കീർത്തനം നിർവഹിക്കുകയും നന്നെ ക്ഷീണിതരായപ്പോൾ അവരെല്ലാം നിലത്തിരിക്കുകയും ചെയ്തു. ശ്ലോകം 80 വിവർത്തനം. അനന്തരം മഹാപ്രഭു അങ്കണത്തിൽ ഒരു മാവിന്റെ വിത്ത് നട്ടു. വിത്ത് തൽക്ഷണം മുളയ്ക്കുകയും ഒരു വൃക്ഷമായി വളരാൻ ആരംഭിക്കുകയും ചെയ്തു. 81. എല്ലാവരും നോക്കി നിൽക്കെ വൃക്ഷം പരിപക്വ ഫലങ്ങളോടെ വളർന്നു. ഇത് എല്ലാവരെയും അത്ഭുത സ്തംഭരാക്കി. 82. മഹാപ്രഭു തൽക്ഷണം 200 ഫലങ്ങൾ പറിക്കുകയും അവ കഴുകിയതിനു ശേഷം കൃഷ്ണന് നിവേദിക്കുകയും ചെയ്തു. 83. ഫലങ്ങളെല്ലാം ചുവപ്പും മഞ്ഞയും നിറമുള്ളവയും അകത്ത് വിത്തും പുറത്ത് തോലും ഇല്ലാത്തവയും ഒരെണ്ണം ഭക്ഷിച്ചാൽ ഒരുവന്റെ വയർ നിറയുന്ന തരത്തിലുള്ളവയുമായിരുന്നു. ഇതിന് ഭാവാർത്ഥമുണ്ട്. ഭാവാർത്ഥം വായിക്കാമല്ലോ. ചെറിയ ചെറിയ ഭാവാർത്ഥമായതുകൊണ്ട് വായിക്കാം. അതെ. ഭാരതത്തിൽ ചുവപ്പും മഞ്ഞയും നിറമുള്ളതും ചെറിയ വിത്തുള്ളതും നേർത്ത തോലുള്ളതുമായ മാമ്പഴം ഏറ്റവും മേന്മയുള്ളതായി കരുതപ്പെടുന്നു. രുചികരമായ ഇത് ഒരെണ്ണം ഭക്ഷിച്ചാൽ ഒരുവൻ തൃപ്തരാകും. മാമ്പഴത്തെ പഴങ്ങളുടെ രാജാവായി പരിഗണിക്കുന്നു. 84. ശ്ലോകം 84. ഈ മാമ്പഴങ്ങളുടെ ഗുണം കണ്ട് സന്തുഷ്ടനായ സജീനന്ദൻ ആദ്യം ഭക്ഷിക്കുകയും പിന്നീട് മറ്റുള്ള ഭക്തന്മാരെയെല്ലാം ഭക്ഷിപ്പിക്കുകയും ചെയ്തു. 85. ഫലങ്ങൾക്ക് വിത്തോ തോലോ ഇല്ലായിരുന്നു. അമൃതതുല്യമായ രസം നിറഞ്ഞ അവ വളരെ മധുരമുള്ളവയായിരുന്നു. അവയിൽ ഒരെണ്ണം ഭക്ഷിച്ചാൽ വയറ് നിറയും. 86. ഇപ്രകാരം 12 മാസവും ദിനം പ്രതി വൃക്ഷത്തിൽ ഫലങ്ങൾ ഉണ്ടായി. ഇത് ഭഗവാനെ വളരെയധികം സംതൃപ്തിപ്പെടുത്തി. വൈഷ്ണവർ പതിവായി അവ ഭക്ഷിക്കുകയും ചെയ്തു. 87. ഇവ സജീനന്ദന്റെ രഹസ്യലീലകളായിരുന്നു. ഈ സംഭവത്തെ പറ്റി ഭക്തന്മാരൊഴികെ മറ്റാരും അറിഞ്ഞില്ല. അഭക്തന്മാർക്ക് ഈ സംഭവം വിശ്വസിക്കാൻ കഴിയില്ല. ഈ വൃക്ഷം വളർന്ന സ്ഥലം ഇപ്പോഴും മായാപൂരിൽ നിലനിൽക്കുന്നുണ്ട്. ആ സ്ഥലം അമ്രഘട്ടം അല്ലെങ്കിൽ ആമാഖാഡ എന്ന് വിളിക്കപ്പെടുന്നു.
88. അവിടെയാണോ അത്? ആംഘട്ട എന്നല്ലേ നമ്മൾ സാധാരണ പരിക്രമയ്ക്ക് പോകുമ്പോ അവിടെ അടുത്ത റെയിൽവേ സ്റ്റേഷന്റെ ബോർഡും അങ്ങനെയാണ്, ആംഘട്ട. ഇത് മലയാളത്തിന്റെ ഇതാണെന്ന് അറിയില്ല, നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ആമ്ര ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കണം നോക്കേണ്ടി വരും. അതെ, ചെക്കിയാ മാതാജി, നോട്ട് ചെയ്തിട്ടുണ്ട്. ആമ്രഘട്ടം അല്ലെങ്കിൽ ആമാഘട. ആംഘട്ട, ആംഘട്ട എന്നാണ് അവിടെ റെയിൽവേ സ്റ്റേഷന്റെ ആ ബോർഡ്. ആംഘട്ട ആയിരിക്കും മാവിന്റെ പേര്. ആംഘട്ട. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും. ആംഘട്ട. ചെക്ക് ചെയ്യാം, നോട്ട് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ഹിന്ദിയിൽ മാങ്ങയ്ക്ക് ആമെന്ന കാട്ടില്ലേ പറയുന്നത്. അതെ, അത് തന്നെ ആംഘട്ട, അത് തന്നെ. ഈ സ്ഥലമൊക്കെ എഴുതി പോയി കാണണം. രവീഷ്, അത് ബംഗാളി ഭാഷയാണോ ഇനി ആമ്ര എന്ന് പറയണത്? ഒരുപക്ഷെ അങ്ങനെയാവും. അത് ആവുമല്ലേ? ആമറക്കട്ടം ചിലപ്പോ ഇനി അറിയില്ല. ബംഗാളി തന്നെയാവും. ആവും. ഇംഗ്ലീഷില് ഇറ്റ് ഈസ് കോൾഡ് ആമ്രക്കട്ട എന്നാ മാതാജി. AMRAGHATTA ഓർ AMAGHT, അമാക്കട്ട. അതാണ് ആംഘട്ടയാണ്, അത് ആമാക്കട്ടയല്ല, ആംഘട്ട. ആമക്കട്ട, യെസ്, അതെ. അപ്പൊ അത് ശരിയാ, അവിടെ ഡബിൾ ടി ഇല്ലാത്രേ ഉള്ളൂ, ഒരു സിംഗിൾ ടി. ആദ്യത്തേല് AMRAGHATTA എന്നുണ്ട്, ആംഘട്ടന്നേ ഉള്ളൂ, ആമാ ഘാട്ടാന്നില്ല. ദീർഘമല്ല. അടുത്തതില് AMA-GHATA. അപ്പൊ അതായിരിക്കണം മലയാളത്തിലേക്ക് ആമാക്കാടയായത്. എന്തായാലും ആംകട്ടയായിരിക്കും. ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്തോളൂ മാത്രം. 88. ഇപ്രകാരം 12 മാസങ്ങൾ ദിവസവും ഭഗവാൻ നാമസങ്കീർത്തനം ചെയ്തു. സങ്കീർത്തനത്തിന്റെ അവസാനം മാമ്പഴം ഭക്ഷിക്കുന്ന ഉത്സവവും നടന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ്. മഹാപ്രഭു ഓരോ സങ്കീർത്തന ആചരണത്തിന്റെയും അന്ത്യത്തിൽ പ്രസാദം വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലെ അംഗങ്ങളും നാമസങ്കീർത്തനത്തിന് ശേഷം സദസ്യർക്ക് പ്രസാദം വിതരണം ചെയ്യണം. ശ്ലോകം 89. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം ചെയ്യുമ്പോൾ ആകാശത്തിൽ മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുകയും മഹാപ്രഭു തന്റെ ഇച്ഛാശക്തിയാൽ മേഘങ്ങളെ മഴയായി പെയ്യുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ്. ഒരിക്കൽ ഗ്രാമത്തിൽ നിന്നു ദൂരെ ഒരു സ്ഥലത്ത് മഹാപ്രഭു നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ആകാശത്തിൽ കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി ശ്രീല ഭക്തിവിനോദ ഠാക്കൂർ പറയുന്നു. മഹാപ്രഭു തന്റെ പരമമായ ഇച്ഛയാൽ മേഘങ്ങളോട് ചിതറിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അവ അങ്ങനെ ചെയ്തത്രേ. ഇക്കാരണത്താൽ ആ സ്ഥലം ഇപ്പോഴും മേഘേരചര എന്നറിയപ്പെടുന്നു. ഗംഗയുടെ പ്രവാഹഗതിയിൽ ഇപ്പോൾ വന്ന മാറ്റത്തിനാൽ പണ്ട് താരണവാസം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ബേലാപുകൂരിയ ഗ്രാമമാണ് ഇപ്പോൾ മേഘാരചര എന്നറിയപ്പെടുന്നത്. ഒരിക്കൽ ദിവസാന്ത്യത്തിൽ സായാഹ്ന മേഘങ്ങൾ ആകാശത്തിൽ തടിച്ചുകൂടുകയും ഘോരമായ ഇടിയും മിന്നലും ഉണ്ടാവുകയും എല്ലാ വൈഷ്ണവരും വല്ലാതെ ഭയപ്പെടുകയും ചെയ്തതായി ശ്രീല ലോചനദാസ ഠാക്കൂറിന്റെ ചൈതന്യമംഗളം മധ്യഖണ്ഡത്തിലും പറയുന്നു. പക്ഷേ മഹാപ്രഭു തന്റെ കരതാളങ്ങൾ കൈകളിലെടുത്ത് ആകാശത്തേക്ക് നോക്കി ഊർധ്വലോകങ്ങളിലുള്ള ദേവന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനെന്ന പോലെ സ്വയം ഹരേ കൃഷ്ണ മന്ത്രം കീർത്തനം ചെയ്തു തുടങ്ങിയെന്നും അതോടെ തടിച്ചുകൂടിയിരുന്ന മേഘങ്ങൾ ചിതറി മാറി ആകാശം തെളിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചെന്നും സന്തുഷ്ടനായ മഹാപ്രഭു ആഹ്ലാദചിത്തരായ ഭക്തന്മാർക്കൊപ്പം നൃത്തം ആരംഭിച്ചെന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. ശ്ലോകം 90. ഒരിക്കൽ വിഷ്ണുവിന്റെ 1000 നാമങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ച മഹാപ്രഭു ശ്രീവാസ ഠാക്കൂറിനോട് ബൃഹത് സഹസ്രനാമം പാരായണം ചെയ്യാൻ ആജ്ഞാപിച്ചു. ശ്ലോകം 91. ശ്രീവാസ ഠാക്കൂർ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതിനിടയിൽ നരസിംഹനാമം വന്നു.
നരസിംഹനാമം കേട്ടതും മഹാപ്രഭു പൂർണ്ണമായും പാവമഗ്നനായി തീർന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് ജയ്. ചൈതന്യമംഗളം മധ്യഘട്ടത്തിൽ ഈ സംഭവം ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നു. ശ്രീവാസ ഠാക്കൂർ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശ്രാദ്ധം ആചരിക്കുന്നതിന്റെ ഭാഗമായി പതിവുള്ള വിഷ്ണു സഹസ്രനാമം ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ രംഗത്തേക്ക് ഗൗരഹരി ആഗതനാവുകയും അദ്ദേഹവും വിഷ്ണുവിന്റെ സഹസ്രനാമങ്ങൾ കേൾക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്രകാരം നരസിംഹനാമം കേട്ടതും അവിടുന്ന് ചിന്താധീനനാവുകയും തുടർന്ന് നരസിംഹഭാവത്തിൽ ക്രൂതനായി തീരുകയും ചെയ്തു. മഹാപ്രഭുവിന്റെ കണ്ണുകൾ ചുവക്കുകയും രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും ശരീരം വിറയ്ക്കുകയും ചെയ്തു. അവിടുന്ന് മേഘഗർജനം പോലൊരു ശബ്ദം പുറപ്പെടുവിച്ചു. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു ഗദ കയ്യിലെടുത്തു. എന്ത് അപരാധമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തതെന്ന് അറിയില്ലല്ലോ എന്ന് ചിന്തിച്ച് ജനങ്ങൾ ഭയവിഹ്വലരായി. പക്ഷെ അപ്പോഴേക്കും മഹാപ്രഭു തന്റെ ചിന്തകൾ ക്രമീകരിച്ച് ശോഭമടക്കി ഇരിപ്പിടത്തിൽ ഇരുന്നു. 92. നരസിംഹഭാവാവേശത്തിൽ മഹാപ്രഭു നാസ്തികരെയെല്ലാം വധിക്കുവാനായി കയ്യിൽ ഗദയുമായി തെരുവുകളിലൂടെ ഓടി. ശ്ലോകം 93. ഉഗ്രമായ നരസിംഹഭാവത്തിൽ വരുന്ന അദ്ദേഹത്തെ കണ്ട ജനങ്ങൾ ഭയചകിതരായി തെരുവിൽ നിന്ന് ഓടിയകലുകയും അവിടെയും ഇവിടെയും ഒളിക്കുകയും ചെയ്തു. ശ്ലോകം 94. ജനങ്ങളുടെ ഭയം കണ്ട മഹാപ്രഭുവിന് ബാഹ്യമായ ബോധം ഉണ്ടാവുകയും അപ്രകാരം ശ്രീവാസന്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുകയും ഗദ എറിഞ്ഞു കളയുകയും ചെയ്തു. 95. ദുഃഖിതനായ മഹാപ്രഭു ശ്രീവാസനോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ നരസിംഹഭാവം കണ്ട് ജനങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ ജനങ്ങളിൽ ഭയം ഉണ്ടാക്കുന്നത് ഒരു അപരാധമാണ്. 96. ശ്രീവാസ ഠാക്കൂർ മറുപടി പറഞ്ഞു: അങ്ങയുടെ ദിവ്യനാമം സ്വീകരിക്കുന്ന ഏതൊരാളുടെയും കോടിക്കണക്കിന് അപരാധങ്ങൾ തൽക്ഷണം ഇല്ലാതാകുന്നു. 97. നരസിംഹദേവനായി അങ്ങ് പ്രത്യക്ഷപ്പെട്ടതിൽ യാതൊരു അപരാധവും ഉണ്ടായിരുന്നില്ല. അങ്ങയെ ആ ഭാവത്തിൽ കണ്ട ഏതൊരുവനും തൽക്ഷണം ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനായി തീർന്നു. 98. ശ്രീവാസ ഠാക്കൂർ ഇത് പറഞ്ഞതിന് ശേഷം മഹാപ്രഭുവിനെ ആരാധിച്ചു. അവിടുന്ന് വളരെ സന്തുഷ്ടനായി സ്വന്തം ഗ്രഹത്തിലേക്ക് തിരിച്ചുപോയി. 99. മറ്റൊരു ദിവസം ഒരു ശിവഭക്തൻ പരമശിവന്റെ ഗുണങ്ങൾ കീർത്തിച്ചുകൊണ്ട് മഹാപ്രഭുവിന്റെ ഭവനത്തിലേക്ക് വരികയും ഡമര് വായിച്ചുകൊണ്ട് മുറ്റത്ത് നൃത്തം ചെയ്യുകയും ചെയ്തു. ഡമര് എന്താണെന്ന് അറിയുള്ളൂ. അവിടെ ഉണ്ടല്ലോ പ്രഭു ഒരു സംഗീതോപകരണം കൊട്ടുന്നതായിരിക്കും. അതാണ് ആ അർത്ഥത്തിലുണ്ട്. ഇല്ല ഇങ്ങനെ ഠമ 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 ഠമ. ഹരേ കൃഷ്ണ. ശ്ലോകം 100. അപ്പോൾ മഹേശഭാവം സ്വീകരിച്ച മഹാപ്രഭു ആ ഭക്തന്റെ തോളുകളിൽ കയറുകയും ഇരുവരും ഒരുമിച്ച് വളരെ നേരം നൃത്തമാടുകയും ചെയ്തു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു മഹേശഭാവം പൂണ്ടു. കാരണം അവിടുന്ന് മഹേശനുമാണ്. അചിന്ത്യ ഭേദ തത്വമനുസരിച്ച് മഹാദേവൻ വിഷ്ണുവിൽ നിന്ന് ഭിന്നനല്ല. പക്ഷേ ശിവൻ വിഷ്ണുവുമല്ല. തൈര് പാൽ തന്നെയാണ്, അതേസമയം പാൽ അല്ല എന്നതുപോലെ തൈര് കുടിക്കുന്നതിലൂടെ പാലിന്റെ പ്രയോജനം ലഭിക്കില്ല. അതുപോലെ മഹേശനെ ആരാധിക്കുന്നതിലൂടെ മോക്ഷം ലഭിക്കില്ല. ഒരുവൻ മോക്ഷം ആഗ്രഹിക്കുന്ന പക്ഷം നിശ്ചയമായും വിഷ്ണു ഭഗവാനെ തന്നെ ഉപാസിക്കണം. ഇത് ഭഗവത്ഗീതയിൽ 9-ാം അധ്യായം 4-ാം ശ്ലോകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മസ്താനി സർവഭൂതാനി നജാകം തേഷ അവസ്ഥിത. എല്ലാം ഭഗവാനിൽ ശയിക്കുന്നു. കാരണം എല്ലാം അവിടുന്നിന്റെ ശക്തിവിശേഷങ്ങളാണ്.
പക്ഷേ അവിടുന്ന് എല്ലാത്തിലുമില്ല. മഹാപ്രഭു ശിവഭാവം സ്വീകരിച്ചത് അസ്വാഭാവികമല്ല. പക്ഷേ ശിവനെ ആരാധിക്കുന്നതിലൂടെ മഹാപ്രഭുവിനെ ആരാധിക്കുന്നതായി വിചാരിക്കരുത്. അത് തെറ്റായി പോകും. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? അത് വായിക്കട്ടോ. ആർക്കെങ്കിലും തുടർന്ന് വായിക്കണമെന്നുണ്ടോ? വായിക്കട്ടെ പ്രഭു. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശീല പ്രഭുപാദ്. മറ്റൊരു ദിവസം ഒരു ഭിക്ഷാന്തേഹി മഹാപ്രഭുവിന്റെ ഭവനത്തിൽ അന്നം യാചിക്കാൻ വന്നു. അപ്പോൾ മഹാപ്രഭു നൃത്തം ചെയ്യുന്നത് കണ്ട് അയാളും നൃത്തം ചെയ്തു തുടങ്ങി. അയാൾ കൃഷ്ണപ്രേമത്താൽ അനുഗ്രഹീതനായിരുന്നതിനാൽ മഹാപ്രഭുവിനോടൊപ്പം നൃത്തം ചെയ്തു. ഇപ്രകാരം അയാൾ ഭഗവത് പ്രേമരസത്തിന്റെ ഒഴുക്കിൽ പ്രവഹിച്ചു. ഈ അയാൾക്ക് അദ്ദേഹം ആവായിരുന്നു അല്ലെ. മറ്റൊരു ദിവസം ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്നവനെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു ജ്യോത്സ്യൻ അവിടെ വന്നു. മഹാപ്രഭു അയാളെ ആദരപൂർവ്വം സ്വീകരിച്ചതിന് ശേഷം ഈ ചോദ്യം ചോദിച്ചു. പ്രഭു, ഈ അയാളൊക്കെ അതിനെക്കാട്ടി അദ്ദേഹം അല്ലേ നല്ലത്? കുറച്ച് ബഹുമാനത്തില്. മാതാജി, മഹാപ്രഭുവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അദ്ദേഹം ഉപയോഗിക്കാന്ന് പറയും. ഇതിപ്പോ അറിയില്ല എനിക്ക്. ഭിക്ഷാന്തേഹി എന്നാണല്ലോ പറഞ്ഞിരിക്കണേ. അതുകൊണ്ടാണോ ഇനി? എന്നാലും അയാളല്ല, കുറച്ചും കൂടെ നല്ല ഒരു ഇത് ഉപയോഗിക്കാം അല്ലേ? അവിടുന്നാണ് ഉപയോഗിക്കാറ്. അല്ല, മഹാപ്രഭുവിനെ ആണെങ്കിൽ അവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത്. അവിടുന്ന്, സോറി, അവിടുന്ന്. അദ്ദേഹം എന്നുള്ളത് കറക്റ്റ് ചെയ്ത് നമ്മൾ പക്ഷെ അവിടെ. ഇത് ഭിക്ഷാന്തേഹിയെ പറയുമ്പോൾ അയാൾ പറയാലോ. പ്രേമത്താൽ അനുഗ്രഹീതനായിരുന്ന ആളെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അല്ലേ? ചോദിക്കാം. പ്രഭു കറക്ഷൻ കുറെ ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് എന്തായാലും നോട്ട് ചെയ്തിട്ട് ചോദിച്ചേക്കാം. അദ്ദേഹം വെച്ച് വായിച്ചു നോക്കാം, അപ്പൊ അറിയാം. ഉദാഹരണത്തിന് 101. മറ്റൊരു ദിവസം ഒരു ഭിക്ഷാന്തേഹി മഹാപ്രഭുവിന്റെ ഭവനത്തിൽ അന്നം യാചിക്കാൻ വന്നു. അപ്പോൾ മഹാപ്രഭു നൃത്തം ചെയ്യുന്നത് കണ്ട് അദ്ദേഹം നൃത്തം ചെയ്തു തുടങ്ങി. അദ്ദേഹം കൃഷ്ണപ്രേമത്താൽ അനുഗ്രഹീതനായിരുന്നതിനാൽ മഹാപ്രഭുവിനോടൊപ്പം നൃത്തം ചെയ്തു. ഇപ്രകാരം അദ്ദേഹം ഭഗവത് പ്രേമരസത്തിന്റെ ഒഴുക്കിൽ പ്രവഹിച്ചു. ഇവിടെയൊക്കെ അദ്ദേഹം ചേരുന്നാണ് തോന്നുന്നത്. ചേരുന്നുണ്ട്. ചോദിക്കാം. മറ്റൊരു ദിവസം ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്നവനെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു ജ്യോത്സ്യൻ അവിടെ വന്നു. മഹാപ്രഭു അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചതിനു ശേഷം ഈ ചോദ്യം ചോദിച്ചു. ഭാവാർത്ഥം ശീലപ്രഭുപാദ്. ബ്രാഹ്മണർ പൊതുവെ ജ്യോതിഷികളും ആയുർവേദ വൈദ്യന്മാരും ഗുരുക്കന്മാരും പുരോഹിതരും ആകാറുണ്ട്. ഉന്നത പാണ്ഡിത്യമുള്ളവരും ആദരണീയരുമാണെങ്കിലും അത്തരത്തിലുള്ള ബ്രാഹ്മണർ അവരുടെ ജ്ഞാനം വിതരണം ചെയ്യുന്നതിന് വീട് വീടാന്തരം കയറി ഇറങ്ങുന്നു. ഒരു ബ്രാഹ്മണൻ ഒരു ഗൃഹസ്ഥന്റെ ഭവനത്തിലേക്ക് പോകുന്നത് പ്രധാനമായും അവിടെ നടക്കാനുള്ള ചടങ്ങുകളുടെ തിഥിയും മറ്റും നിശ്ചയിച്ച് അറിയിക്കാനാണ്. ഗൃഹത്തിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ കുടുംബക്കാർ ഒരു വൈദ്യൻ എന്ന നിലയിൽ ബ്രാഹ്മണനെ സമീപിക്കുകയും അയാൾ അവർക്ക് ചികിത്സാ നിർദ്ദേശങ്ങളും അവിടെയും അദ്ദേഹം അവർക്ക് ചികിത്സാ നിർദ്ദേശങ്ങളും ഔഷധങ്ങളും നൽകുകയും ചെയ്യുന്നു. അതുപോലെ ബ്രാഹ്മണർ പൊതുവെ ജ്യോതിഷത്തിൽ നിപുണരായതിനാൽ തങ്ങളുടെ ഭൂത വർത്തമാന ഭാവികളെ കുറിച്ച് ജിജ്ഞാസയുള്ള ആളുകളും ബ്രാഹ്മണരെ സമീപിക്കുന്നു. ഈ ബ്രാഹ്മണൻ ഒരു യാചകനായിട്ടാണ് മഹാപ്രഭുവിന്റെ ഗൃഹത്തിൽ വന്നതെങ്കിലും മഹാപ്രഭു നമുക്ക് ഇതിൽ ഭാവാർത്ഥം വായിക്കേണ്ട കാര്യമില്ല അല്ലെ, സോറി. അതെ. പക്ഷെ ഇവിടെ നോക്കി മാതാജി, ഇവിടെ അദ്ദേഹം വന്നു. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്ത് വന്നു അദ്ദേഹം. അതെ, ഇത് പഴയ ശ്ലോകങ്ങളല്ലേ പ്രഭു? വായിച്ച ശ്ലോകങ്ങളല്ലേ? ഭാവാർത്ഥം വായിച്ചത്. അതെ, നമുക്ക് വേണമെങ്കിൽ വിവർത്തനത്തിലൂടെ പോവാം. പൂർവ്വജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്ന് ദയവായി പറയുക. മഹാപ്രഭു ആരാഞ്ഞു. നിങ്ങളുടെ ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടൽ കൊണ്ട് പറയുക. ഇത് കേട്ട ജ്യോത്സ്യൻ തൽക്ഷണം കണക്കുകൂട്ടാൻ ആരംഭിച്ചു. 105. മഹാപ്രഭുവിന്റെ മഹാ തേജോമയമായ ശരീരം. അവിടെയും ശരീരം ഉപയോഗിക്കാറില്ല എന്നാണ് മഹാപ്രഭുവിനൊക്കെ മേനി അങ്ങനെ ചോദിക്കണേ പ്രഭു. ശരീരം അനന്തമായ വൈകുണ്ഠ ലോകങ്ങളുടെ വിശ്രമസ്ഥാനമായ സർവജ്ഞനായ ജ്യോത്സ്യൻ കണക്കുകൂട്ടലിലൂടെയും ധ്യാനത്തിലൂടെയും ദർശിച്ചു. ചൈതന്യ മഹാപ്രഭു അതേ പരമസത്യവും പരബ്രഹ്മവും പരമമായ ഈശ്വരനുമാണെന്ന് കണ്ട ജ്യോത്സ്യൻ അന്താളിച്ചു. അത്ഭുതസ്തബ്ധനായ ജ്യോത്സ്യൻ ഉരിയാടാൻ കഴിയാതെ നിശബ്ദനായി. എന്നാൽ മഹാപ്രഭു വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു. പ്രഭു, പൂർവജന്മത്തിൽ അങ്ങ് സർവസൃഷ്ടിയുടെയും ആശ്രയവും സർവൈശ്വര്യ സമ്പൂർണനുമായ ഭഗവാനായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ പരമപുരുഷനായിരുന്ന അങ്ങ്
ഇപ്പോഴും അതേ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അചിന്ത്യമായ നിത്യാനന്ദമാണ് അങ്ങയുടെ സ്വരൂപം. ജ്യോത്സ്യൻ തന്നെ വാഴ്ത്തി പറഞ്ഞത് കേട്ട മഹാപ്രഭു അദ്ദേഹത്തെ തടഞ്ഞ ശേഷം പുഞ്ചിരിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ എന്തായിരുന്നുവെന്ന് താങ്കൾക്ക് വ്യക്തമായി അറിയില്ലെന്ന് ഞാൻ കരുതുന്നു. എന്തെന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ഗോപാലകനായിരുന്നെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇടയ കുലത്തിലായിരുന്നു ജനിച്ചത്. ഞാൻ പശുക്കൾക്കും പശുക്കിടാവുകൾക്കും സംരക്ഷണം നൽകുകയും ചെയ്തു. ആ പുണ്യകർമ്മങ്ങൾ മൂലം ഞാനിപ്പോൾ ഒരു ബ്രാഹ്മണന്റെ പുത്രനായി തീർന്നു. ജ്യോത്സ്യൻ പറഞ്ഞു, ഞാൻ ധ്യാനത്തിൽ കണ്ടത് സമ്പൂർണ്ണ ഐശ്വര്യമായിരുന്നു. അതിനാൽ ഞാൻ ആശയക്കുഴപ്പത്തിലായിരുന്നു. അങ്ങയുടെ രൂപവും ധ്യാനത്തിൽ ഞാൻ കണ്ട രൂപവും ഒന്ന് തന്നെയാണെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. എനിക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ അത് അങ്ങയുടെ മായാശക്തിയുടെ പ്രവൃത്തിയാണ്. സർവജ്ഞനായ ജ്യോത്സ്യൻ ഇങ്ങനെ അവസാനിപ്പിച്ചു. അങ്ങ് എന്തായിരുന്നാലും ആരായിരുന്നാലും അങ്ങയ്ക്ക് നമസ്കാരം. അനന്തരം മഹാപ്രഭു തന്റെ അഹൈതുകമായ കാരുണ്യത്താൽ അദ്ദേഹത്തിന് തന്റെ സേവനത്തിന് പ്രതിഫലമായി ഭഗവത് പ്രേമം നൽകി. ഇവിടെ അദ്ദേഹം തന്നെ വന്നിട്ടുണ്ട്. ഒരു ദിവസം മഹാപ്രഭു ഒരു വിഷ്ണു ക്ഷേത്രത്തിന്റെ ഇടനാഴിയിൽ ഇരിക്കുകയും തേൻ കൊണ്ടുവരൂ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവാവേശം മനസ്സിലാക്കിയ നിത്യാനന്ദ പ്രഭു ഗോസായി സൂചകമായി ഒരു കുടം ഗംഗാജലം കൊണ്ടുവന്ന് അവിടുന്ന് മുന്നിൽ വെച്ചു എന്ന് വേണം, ഇല്ലേ? ഇത് മഹാപ്രഭുവിന്റെ മുന്നിൽ അതുപോലെ നിത്യാനന്ദ പ്രഭു കോമ ഗോസായി കോമ, അതെന്തിനാന്നറിയില്ല. നിത്യാനന്ദ പ്രഭു കോമ ഗോസായി കോമ. ജലപാനത്തിന് ശേഷം ഹർഷോന്മാദത്തിലായ മഹാപ്രഭു നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അപ്രകാരം യമുനാകർഷണ ലീല എല്ലാവരും ദർശിച്ചു. യമുനാകർഷണ ലീല. ബലരാമ ഭാവാവേശത്തിൽ വാരുണി പാനം ചെയ്ത് മത്ത് പിടിച്ചവനെ പോലെ മഹാപ്രഭു നടന്നു. മത്ത് പിടിച്ചവനെ അവനെ വേണോ? മത്ത് പിടിച്ചതുപോലെ എന്ന് പോരെ മഹാപ്രഭുവിനായതുകൊണ്ട്. മത്ത് പിടിച്ചതുപോലെ മഹാപ്രഭു നടന്നു. ആചാര്യശേഖരനായ അദ്വൈതാചാര്യൻ, ആചാര്യശേഖരനോ എന്ന് വെച്ചാ ശേഖര മുഖ്യൻ. ആചാര്യശേഖരൻ ആണ് ശ്ലോകത്തിലെ വാക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ആചാര്യ മുഖ്യനായെന്ന് മതി മലയാളത്തിൽ. ആചാര്യശേഖരൻ എന്ന് പറയുമ്പോ മലയാളം ട്രാൻസ്ലേഷനിൽ മറ്റേ വാക്ക് തന്നെ എടുത്തിട്ടിരിക്കുകയാണ്. അത് ആചാര്യ മുഖ്യൻ എന്ന് വേണം. മുഖ്യനായ അദ്വൈത ആചാര്യ ശ്രേഷ്ഠനും ആകാം. എന്താ മാജി പറഞ്ഞ കേട്ടില്ല. ആചാര്യ ശ്രേഷ്ഠനോ? അതെ, ആചാര്യ ശ്രേഷ്ഠനോ ആചാര്യ മുഖ്യനോ. ആചാര്യ ശ്രേഷ്ഠനായ അദ്വൈതാചാര്യൻ അപ്പോൾ മഹാപ്രഭുവിനെ ബലരാമ രൂപത്തിൽ ദർശിച്ചു. അദ്വൈത ആചാര്യനാണോ ആചാര്യരാണോ എന്നൊരു ചോദ്യമുണ്ട്. വനമാലി ആചാര്യൻ ബലരാമന്റെ കയ്യിൽ ഒരു സ്വർണ്ണ കലപ്പ കണ്ടു. ഭക്തന്മാരെല്ലാം ഒത്തുചേർന്ന് ആനന്ദോന്മാദത്തിൽ നൃത്തം ചെയ്തു. ഇപ്രകാരം അവർ 12 മണിക്കൂർ തുടർച്ചയായി നൃത്തം ചെയ്യുകയും സന്ധ്യയായപ്പോൾ ഗംഗാസ്നാനത്തിനു ശേഷം അവരവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. നവദ്വീപിലെ എല്ലാ ജനങ്ങളോടും ഹരേ കൃഷ്ണ മന്ത്രം കീർത്തനം ചെയ്യാൻ മഹാപ്രഭു ആജ്ഞാപിച്ചു. അപ്രകാരം ഓരോ ഗൃഹത്തിലും പതിവായി സങ്കീർത്തനം ആരംഭിച്ചു. ഭക്തന്മാർ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തോടൊപ്പം ഈ പ്രശസ്തമായ ഗാനം ആലപിച്ചു. ഹരേ നമഃ കൃഷ്ണ യാദവായ നമഃ ഗോപാല ഗോവിന്ദ രാമ ശ്രീമധുസൂദന. അപ്രകാരം സങ്കീർത്തന പ്രസ്ഥാനം ആരംഭിച്ചതോടെ നവദ്വീപിലെ ആർക്കും ഹരി ഹരി എന്ന വാക്കുകളും മൃദംഗവാദനവും കരതാളങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങളുമല്ലാതെ മറ്റൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? തുടർന്ന് വായിക്കാം.
ഈ വായിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? കഴിച്ച ക്ലാസ്സിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ. തുടർന്ന് വായിച്ചാലോ? എപ്പോഴും കേൾക്കുന്ന ലീലകളല്ല, ഓർമ്മയില് അത്ര ഇല്ലാത്ത ലീലകളാണ്. ഭഗവാനിയുടെ നരസിംഹ ഭഗവാന്റെ രൂപം എടുത്തതും ആൾക്കാർ അതെ അതെ അതുപോലെ തന്നെ ഈ ജോത്സ്യനുമായിട്ടുള്ള ഈ ഒരു ഉം. ഡയലോഗും ഒക്കെ അല്ലെ, എപ്പോഴും അതെ അതെ കേൾക്കുന്ന ലീലകളല്ല. കേൾക്കുന്നതല്ല. പിന്നെ മേഘങ്ങളെ പിടിച്ചു നിർത്തിയില്ലേ, മഴ വരാൻ പോയപ്പം മേഘങ്ങളെ പിടിച്ചു നിർത്തി. ആ സ്ഥലത്തിന് ഒരു പേരും ഉണ്ടല്ലോ, മേഘ. ഇപ്പൊ പറഞ്ഞതല്ലേ. അതെ അതെ, വായിച്ചു. മേഘാച്ചരയോ അങ്ങനെ എന്താ. ഞാൻ വരച്ചിട്ടിരുന്നു അത്. ഇത് പ്രഭു എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ഈ പാർട്ട്. എന്തായാലും നമുക്ക് എന്തെങ്കിലും അഡീഷണൽ കിട്ടും വിചാരിക്കാം. മേഘ മേഘേ ആണ് മേഘേരചര. മേഘേരചര. ബേലപൊഖുരിയ എന്ന ഗ്രാമമാണ് ഇപ്പോൾ മേഘേരചര എന്നറിയപ്പെടുന്നത്. മേഘേരചരയാണ് മേഘത്തിനെ പിടിച്ചു നിർത്തിയ സ്ഥലം. ഈ ഒരു സെക്ഷനിൽ മാതാജി ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് അല്ലെ പുതിയ കാര്യങ്ങളുണ്ട്, സ്ഥിരം കേൾക്കാത്ത പോലത്തെ കാര്യം. പിന്നെ ആ മാവ് നട്ടിട്ട് എന്താ ആ പറയുക, അത് തന്നെ, തൊലിയൊന്നും ഇല്ലാത്ത, അത് തന്നെ. അതിന്റെ മാങ്ങാണ്ടിയൊന്നും ഇല്ലാത്തൊരു സീഡും ഇല്ല. ഫുൾ, അതെ, സീഡൊന്നും ഇല്ലാത്ത ഫുൾ മാങ്ങ. ഒരെണ്ണം കഴിച്ചാൽ ഒരാളുടെ വയറ് നിറയുന്ന വയറ് നിറയും. ആംകട്ട. സ്ഥലത്ത് പോവല്ലോ, ആംകട്ടയില് പരിക്രമയ്ക്ക് പോകുമ്പോ പോവല്ലോ, അവിടെ നിറയെ മാവുകളായിട്ടൊരു മാൻഗോ ഗ്രൂവ്. ഓർമ്മയില്ല, പോയിട്ടുണ്ട് വായ്പ്. ഇത് പക്ഷേ ഒരു വർഷം വന്നു എന്നാണ് ഈ തൊലിയും സീഡും ഇല്ലാത്ത മാങ്ങ ഒരു വർഷം ആ മാവിൽ നിന്ന്. അതെയോ? ഒരു വർഷം ഭക്തന്മാര് പോയി കഴിക്കുകയായിരുന്നു. ഓ, അടിപൊളി. ആ പ്രഭുവിന് ശേഷം ഉണ്ടായിരുന്നല്ലേ മാതാജി? അല്ല, അവര് ഒരു വർഷത്തോളം ഈ സങ്കീർത്തനം ചെയ്തിട്ട് അവിടെ പോയിട്ട് ഓ, മാങ്ങ ഓക്കെ. ഞാൻ വിചാരിച്ചു പിന്നെ ഉണ്ടായിന്ന് വിചാരിച്ചില്ല. അപ്പോഴത്തെ ഒരു വർഷം. Yes. വേറെന്തെങ്കിലും? പിന്നെ 100ന്റെ ഭാവാർത്ഥത്തില് ശിവൻ വിഷ്ണു അല്ല അത് പറഞ്ഞിട്ടുണ്ടല്ലോ. തൈര് പാൽ തന്നെയാണ്, പാലല്ല എന്ന് പറയുന്നതിന് ശരിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വീണ്ടും. അല്ല, അത് മാത്രല്ല പ്രഭു, മഹാപ്രഭു ശിവനാവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ശിവനെ ആരാധിക്കുന്നത് വഴി മഹാപ്രഭു ആരാധിക്കപ്പെട്ടു എന്ന് കരുതുന്നത് തെറ്റാണ്. തെറ്റാണ്. അതെ അത് അതെ, വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഈ ഭിക്ഷാന്തേഹിയുടെ കാര്യം എന്താണ് അവിടെ ഒരു വന്നിട്ട് മഹാപ്രഭു നൃത്തം ചെയ്യുന്നത് കണ്ട അദ്ദേഹം നൃത്തം ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ അദ്ദേഹം മഹാപ്രഭുവിനോടൊപ്പം അദ്ദേഹം നൃത്തം ചെയ്തു. അത്രേ ഉള്ളൂ ആ പാർട്ട്. അതിനെന്തെങ്കിലും അതിനെ കുറിച്ചുണ്ടോ? പിന്നെ ജ്യോത്സ്യൻ വന്നു അടുത്തതിന്റെ 101, 102 ഞാൻ വായിച്ചത്. പ്രഭു താരേ പ്രേമധില പ്രേമരസേ ഭാസേ എന്നാണ് ശ്ലോകത്തില്. അവിടെ താരയൊക്കെ അവനെ എന്നൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ആ വേർഡ് ടു വേർഡ് കണ്ടോ, താര അവനുണ്ട്. അത് നോട്ടണേ.
മഹാപ്രഭുവിന്റെ സംഘത്തില് നൃത്തം ചെയ്ത് വളരെയധികം സന്തോഷത്തിൽ ഭഗവാൻ അദ്ദേഹത്തിന് പ്രേമം നൽകി. ഭഗവാന്റെ കൂടെ നൃത്തം ചെയ്തിട്ടാണ് കൃഷ്ണപ്രേമം കിട്ടിയത്. പക്ഷെ ശ്ലോകത്തില് അദ്ദേഹം കൃഷ്ണപ്രേമത്താൽ അനുഗ്രഹീതനായിരുന്നതിനാൽ, അതിന്റെ ഇംഗ്ലീഷ് നോക്കണം. അത് നേരത്തെ മലയാളം വായിച്ചാൽ നേരത്തെ തന്നെ കൃഷ്ണപ്രേമത്താൽ അനുഗ്രഹീതനായിരുന്നു എന്ന് തോന്നും അല്ലെ? മലയാളം വായിക്കും. പക്ഷെ അങ്ങനെ ശ്ലോകത്തിൽ അങ്ങനെയല്ല തോന്നുന്നത്. മഹാപ്രഭുവിനോടൊപ്പം നൃത്തം ചെയ്ത് മഹാപ്രഭുവിന്റെ ദർശനത്തിലാണ് കൃഷ്ണപ്രേമം കിട്ടിയതെന്നാണ് മനസ്സിലാവുന്നത്. അതിന്റെ ഇംഗ്ലീഷ് നോക്കി അറിയാം. അപ്പൊ അതിന്റെ മുമ്പിലത്തെ ശ്ലോകത്തിൽ പറയണ്ടല്ലോ, മഹാപ്രഭുവിന്റെ കൂടെ നൃത്തം ചെയ്ത് അയാളും നൃത്തം ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിനുശേഷമുള്ള ശ്ലോകത്തിലാണ് അങ്ങനെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണോ ഈ പറയണ അനുഗ്രഹീതനായ ആയിരുന്നതിനാൽ? 101 കണ്ടിന്യൂഷൻ 102. അതെ. 102 ട്രാൻസ്ലേഷൻ ഹി ഡാൻസ്ഡ് വിത്ത് ദ ലോർഡ് ബിക്കോസ് ഹി വാസ് ഫേവേർഡ്. ഇംഗ്ലീഷ് നോക്കാമോ പ്രഭു? അനുഗ്രഹീതനാൽ എന്ന് മതിയായിരുന്നിരിക്കാം. ആയിരുന്നതിനാൽ എന്ന് പറഞ്ഞപ്പോ പാസ്റ്റ് ടെൻസ് ആയി. ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ 102 ഇങ്ങനെയാ മാതാജി. ഹി ഡാൻസ്ഡ് വിത്ത് ദ ലോർഡ് ബിക്കോസ് ഹി വാസ് ഫേവേർഡ് by love of Krishna. Thus he flowed in the mellows of love of Godhead. അനുഗ്രഹീതനായതിനാൽ എന്ന് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരുന്നതിനാൽ എന്നതിനെ കാട്ടി അനുഗ്രഹീതനായതിനാൽ. അതെ, അതൊരു ചോദ്യമാണ്. Because he was favored by the love of Krishna എന്നാണ് ഇംഗ്ലീഷ്. ശ്ലോകത്തിൽ അങ്ങനെ പ്രത്യേകം പറയുന്നല്ലോ. നൃത്യകരേ പ്രഭു സംഘേ നൃത്യകരേ പരമ ഉല്ലാസേ പ്രഭുതാരേ പ്രേമദില. പ്രഭുതാരേ പ്രേമദില. പ്രേമം നൽകി. അതെ, കൂടുതൽ യോജിക്കുന്നത് അനുഗ്രഹീതനായതിനാൽ എന്നാണ്. അങ്ങനെ പ്രേമം നൽകി എന്നാ പറയുന്നത്. നന്നായി പ്രഭു ഒരിക്കൽ കൂടെ നോക്കിയത് ബാക്കിലോട്ട്. പിന്നെയുള്ളത് ജോത്സ്യന്റെ ഭാഗമാണ്. വേറെ ഒന്നുമില്ലെങ്കിൽ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ശ്ലോകം മുന്നോട്ട് വായിക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ഇത് തുടർന്ന് വായിക്കാം. അതുപോലെ 123 മായാപൂരിൽ സങ്കീർത്തനം നടത്തുമ്പോൾ ആദ്യം പഞ്ചതത്വ മന്ത്രവും തുടർന്ന് ഹരേ കൃഷ്ണ ഹരേ രാമയും ശേഷം ഹരേ നമ കൃഷ്ണായ യാദവായ നമ ഗോപാല ഗോവിന്ദ രാമ ശ്രീ മധുസൂദന എന്നീ ഇത്രയും വരികൾ 6 വരികൾ ഒരുമിച്ച് വേണം ചൊല്ലണം. 24 മണിക്കൂറും ദിവ്യനാമ സങ്കീർത്തനം നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. ഹരേ കൃഷ്ണ. പിന്നെ എന്തുകൊണ്ടെന്നാൽ ഈ 6 വരികൾ കീർത്തനം ചെയ്താൽ ആ സ്ഥലത്തെ ആധ്യാത്മികമായി അത് സമ്പൂർണമാക്കും.
അതാ ശ്ലോകമല്ലേ, ആ കീർത്തനല്ലേ, ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ, അത് ഉം. തന്നെയല്ലേ? ഉം. അതെ. അതെ. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. മസ്റ്റായിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്, മറ്റുള്ളിടത്ത് കുഴപ്പമില്ല. ആ കേന്ദ്രത്തിന്റെ, ഈ കേന്ദ്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്നത്. വിശേഷിച്ചും മായപ്പൂരിൽ നിന്നാണ്. ഉം. മായാപൂരിൽ നോൺ സ്റ്റോപ്പ് ആയിട്ടല്ല പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹരേ കൃഷ്ണ മന്ത്രം. പ്രഭു എന്താ പറഞ്ഞ സ്വരൂപ് പ്രഭു? കേട്ടില്ലേ? മായാപൂരില് ഈ മഹാമന്ത്ര ജപം കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുക നോൺ സ്റ്റോപ്പ് ആയിട്ട്. അതെ. ഉം. അത് ഈ നിർദ്ദേശം പാലിച്ചുകൊണ്ടായിരിക്കാം. അതിൽ ഇത് കേട്ടിട്ടില്ല. ഈ മഹാമന്ത്രം തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഓരോരുത്തർ വന്ന് ജോയിൻ ചെയ്യും, കുറച്ചുപേര് പൊയ്ക്കൊണ്ടിരിക്കും, വന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും, പൊയ്ക്കൊണ്ടിരിക്കും, ഇങ്ങനെ 24 hours ഉണ്ട്. ഓ. ഒരു ആ ഒരു വരി ഇവിടെ കണ്ടു. എന്താണ് കൃത്യമായിട്ട് ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. ഭഗവത് നാമങ്ങളുടെ കീർത്തനം ഒഴികെ വേറൊരു സ്പന്ദനവും കേൾക്കാത്ത രീതിയിൽ പരിപൂർണതയോടെ വേണം ഈ 6 വരികൾ കീർത്തനം ചെയ്യാൻ. ആ ശ്ലോകത്തിന് ആ ഭാവാർത്ഥം അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നു. കാരണം ഈ ഗാനം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് പ്രിയങ്കരമായിരുന്നു. ഹരേ നമഃ എന്നുള്ള കീർത്തനം. അതുകൊണ്ടാണ് മായാപൂരിൽ അത് വിശേഷം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് മാതാജി? മാത്രല്ല ഉറക്ക ചൊല്ലണം എന്നും ഉണ്ടായിരിക്കും. നമ്മള് സങ്കീർത്തനം വേറെ ഒരു ശബ്ദവും കേൾക്കാൻ. എനിക്ക് തോന്നുന്നു മറ്റ് മൃദംഗോ മറ്റ് കരുതലേ ഒന്നും പാടില്ല എന്നായിരിക്കും. അങ്ങനെ ആവില്ല. മഹാപ്രഭു തന്നെ കീർത്തനം ശ്രദ്ധ വേണമെന്നായിരിക്കും, അത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് വേണമെന്നായിരിക്കാം, മറ്റുള്ള ശ്രദ്ധകളൊന്നും ഇല്ലാതെ. അതായിരിക്കും. അതെ, മറ്റുള്ള ഒന്നും കേൾക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ അതിലെ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യണമെന്നായിരിക്കും. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ രാജേഷ് പ്രഭു? ആട്ടെ. ഞാൻ വേദാബേസിൽ നിന്നാട്ടോ പറഞ്ഞത്. അതില് ലാസ്റ്റ് പാട്ടാണോ? ലാസ്റ്റ്. Chanting of these 6 lines should go on so perfectly well that no one there hears any vibration other than the chanting of the holy names of the Lord. പ്രഭു അവിടെ എപ്പോഴും നാമജപം ഉണ്ടാവണം. അത് കാരണം അവിടെ വേറൊന്നും ആൾക്കാർക്ക് കേൾക്കാൻ ഇടവരില്ല എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ ഇത് മലയാളം. അതെ. അതൊരു chanting of these 6 lines should go on so perfectly well that no one there hears any vibration other than the chanting of the holy names of the Lord. അതെ. സ്വരൂപം മനസ്സിലാക്കും. സ്വരൂപം പ്രശ്നം കീർത്തനം മാത്രം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ അത് പറഞ്ഞതേ ഉള്ളു. അങ്ങനെ വേണമെന്നല്ല, അങ്ങനെ ആയിരിക്കുമെന്ന് കേൾക്കുക. തെറ്റിദ്ധരിക്കപ്പെടാം. ഈ കീർത്തനം മഹാപ്രഭുവിന് വളരെ പ്രിയങ്കരമായിരുന്നു. അതായിരിക്കുമല്ലോ ഇവിടെ ഇമ്പോർട്ടൻസ്. കീർത്തനം എപ്പോഴും ഉണ്ടാവണം. മറ്റു ശബ്ദങ്ങൾ ആൾക്കാർക്ക് കേൾക്കാൻ ഇടവരാത്ത രീതിയിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ മാതാജി. ഹരേ നമ കൃഷ്ണ യാദവായ നമഃ. ഈ ഗാനത്തിന്റെ ധ്വനികളും കാരണം ഈ ഗാനം ചൈതന്യ മഹാപ്രഭുവിന് പ്രിയങ്കരമായിരുന്നു.
അത്തരം സങ്കീർത്തനങ്ങളുടെ എല്ലാം മുമ്പ് പഞ്ചതത്വങ്ങളുടെ ശ്രീ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദ കീർത്തനങ്ങളും ഉണ്ടായിരിക്കും. മഹാപ്രഭുവിന് ഇഷ്ടമുള്ളതുകൊണ്ടാണോ അറിയില്ല, അതായിരിക്കും അല്ലേ. ഹരേ കൃഷ്ണൻ. അവിടെ അടുത്ത ലൈൻ പറയുന്നു, ആ സ്ഥലത്തെ ആധ്യാത്മിക സമ്പൂർണ്ണമാക്കുക. ആധ്യാത്മികമായിട്ട് ഉയരണമെങ്കിൽ അത് വേറൊന്നും ഇല്ലാതെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം അത്ര ശ്രദ്ധയോടെ ചെല്ലണമെന്നാണ്. അത്രയല്ലേ ഉള്ളൂ. അത് ശ്രദ്ധിച്ച മറ്റൊന്നും ആയിരിക്കരുത്. നമ്മുടെ ശ്രദ്ധ ഭഗവാന്റെ നാമം മാത്രമായിരിക്കണം. അതെ. അപ്പൊ ആ ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു ഇത് കിട്ടുമെന്നാണ് അടുത്ത ലൈൻ. അപ്പോഴാണ് ആ സ്ഥലം വന്ന് ആധ്യാത്മികമായി സമ്പൂർണമാകുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതെ അതെ, അത് ശരിക്കും കറക്റ്റാ മാതാജി പറഞ്ഞു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അതും കൂടി പറയണം ശരിക്കും. ചാൻഡിങ് ഓഫ് ദി സിക്സ് ലൈൻസ് ഷുഡ് ഗോ ഓൺ സോ പെർഫെക്റ്റ്ലി വെൽ that no one there hears any vibration other than the chanting of the holy names of the Lord. That will make the sender spiritually all perfect. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ സ്ഥലത്തെ ആധ്യാത്മികമായി സമ്പൂർണ്ണമാക്കുക. അപ്പോൾ നമ്മൾ മറ്റൊന്നും അവിടെ പോയി കേൾക്കാത്ത വണ്ണമായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം ഈ ചാൻഡിങ് നടക്കേണ്ടത്. ശരിക്കും അവിടെ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ? അവിടെ വേറെ കുഴപ്പമില്ല. നമ്മള് സുരൂപ്രഭു നമ്മള് എക്കോ ഹരേ കൃഷ്ണ. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന അപ്പൊ നമ്മളിത് വായിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ഈ നാമജപമൊക്കെ കഴിഞ്ഞിത് ചെല്ലണോ മാതാജി, പ്രഭാവി മാതാജി? എന്തോ ഇപ്പൊ നമ്മളിത് വായിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ നാമജപമൊക്കെ കഴിഞ്ഞ ഇത് കൂട്ടിച്ചേർക്കണോ? അല്ല പ്രഭു, ശ്രീകൃഷ്ണ ചൈതന്യം നമ്മൾ എന്തായാലും നാമത്തിന് ജപത്തിന് മുമ്പ് പറയുമല്ലോ. പക്ഷെ ഈ ഹരിഹരായ നമ്മൾ കീർത്തനം ചെയ്യുമ്പോൾ പാടണം എന്നുള്ളതാണ്. അത് നമ്മള് ടെമ്പിളിലൊക്കെ ഭഗവാന് മുമ്പ് കീർത്തനം ചെയ്യുമ്പോൾ ഹരേ കൃഷ്ണ മന്ത്രത്തോടൊപ്പം ഹരിഹരായ നമ്മയും കൂടി പാടണം എന്നുള്ളതാണ്. അതൊരു നല്ല ഇൻസ്ട്രക്ഷൻ. കീർത്തനം ചെയ്യുമ്പോൾ ഹരിഹരായ വിട്ടുപോകാതെ അതും കൂടെ, കാരണം എടുത്തു പറയുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവിന് പ്രിയങ്കരമായിരുന്നു എന്നതിനാൽ ഹരിഹരായ നമ്മയും കൂടി. എന്തായാലും സ്വരൂപ്രഭു കീ ജയ്. സ്വരൂപ്രഭു പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇത്രയും ചർച്ച ചെയ്തു. കൊള്ളാം ഈ ടോപ്പിക്ക്. ഹരേ കൃഷ്ണ. നമ്മള് ഗോപാൽ പ്രഭു കീർത്തനം ചെയ്യുമ്പോ ഇത് പാടാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ അജിത മാതാജി? നരോത്തം പ്രഭു ഉണ്ട്. ഇത് പ്രധാനപ്പെട്ട കീർത്തനം തന്നെയാണ്. നമ്മൾ എപ്പോഴും ചെല്ലാറുണ്ട്, സന്ധ്യയൊക്കെ ചെല്ലാറുണ്ട്, അവിടെ സത്സംഗിലും ചെല്ലാറുള്ളതാ. സെൻട്രൽ കീർത്തനത്തിൽ ഇത് അതെ അതെ, എല്ലായിടവും ഉണ്ട് പ്രഭു. എല്ലായിടവും ആ ഒരു സങ്കീർത്തനം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആരതിയൊക്കെ കഴിയുമ്പോഴും എല്ലായിടവും ചെല്ലും ഇത് ഹരിഹരായ നമ കൃഷ്ണ. ഗുരുമഹാരാജ് പറയും, ഗുരുമഹാരാജിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതാണെന്ന് ഗുരുമഹാരാജൻ നമുക്കിപ്പോ ഒരു ക്ലാസ്സിനൊക്കെ വരുവാണെങ്കിൽ ഗുരുമഹാരാജ് അത് പറയും. ഹരിഹരായ പറഞ്ഞ് പാതി ഗുരുമഹാരാജ് പറയും, പാതി നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ ഒരു പ്രാക്ടിക്കല് നമ്മൾ കണ്ടു, തിയറി ഇപ്പൊ കിട്ടി. എക്സാക്ട്ലി ബ്രോ, തിയറി കിട്ടി ഇപ്പൊ. ഓക്കെ, പിന്നെന്താ നമ്മള് തുടരുന്നോ അതോ 1:30? 2 ശ്ലോകം വായിച്ചു നിർത്തണോ? പ്രഭു 2 ശ്ലോകം അങ്ങനെ വായിച്ചു നിർത്താം. അപ്പൊ നാളെ നമുക്ക് പ്രഭുവിനോട് ഇത് മുഴുവൻ എന്നാ വായിക്കാം. എന്തെങ്കിലും ഒന്ന് വായിച്ചിട്ട് 124 പ്രഭു? 124. അതെ, 124. जय श्रील प्रभुपाद. शुनियाचे क्रुद्ध हैला सकल यवन काजी भाषयासी सबे कैल निवेदന. വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ പ്രതിധ്വനിക്കുന്ന സ്പന്ദനം കേട്ട സമീപവാസികളായ മുസ്ലിങ്ങൾ കോപാക്രാന്തരായി അതിനെതിരെ കാസിക്ക് പരാതി നൽകി. ഭാവാർത്ഥം ബൈ ശ്രീ പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ഫൗജദാര അഥവാ നഗരത്തിലെ മജിസ്ട്രേറ്റിനെ കാജി അഥവാ കാസി
എന്നാണ് വിളിക്കുന്നത്. ഭൂനികുതി ചുമത്തുകയും ഈടാക്കുകയും ചെയ്യുന്നത് ജമീന്ദാർമാരാണെങ്കിലും ക്രമസമാധാനം പരിപാലിപ്പിക്കുന്നതിന്റെയും കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന്റെയും ചുമതല കാസിമാർക്കാണ്. കാസിമാരും ജമീന്ദാർമാരും അന്ന് സുബാ ബംഗള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബംഗാൾ ഗവർണറുടെ നിയന്ത്രണത്തിലായിരുന്നു. നദിയ, ഇസ്ലാംപുര, ബാഗോയാന ജില്ലകൾ ഹരിഹോഡ എന്നു പേരുള്ള ജമീന്ദാരുടെയോ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരനായിരുന്ന ഹോഡ കൃഷ്ണദാസന്റെയോ നിയന്ത്രണത്തിലായിരുന്നു. ചാന്ദ് കാസി നവാബ് ഹുസൈൻ ഷായുടെ ആധ്യാത്മിക ഗുരു ആയിരുന്നുവെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേര് മൗലാന സിറാജുദ്ദീൻ എന്നായിരുന്നെന്നും അതല്ല ഹബീബുർ റഹ്മാൻ എന്നായിരുന്നെന്നും രണ്ട് അഭിപ്രായമുണ്ട്. ചാന്ദ് കാസിയുടെ പിൻഗാമികൾ ഇപ്പോഴും മായാപൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വസിക്കുന്നുണ്ട്. ഒരു ചെമ്പക വൃക്ഷത്തിന്റെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന ചാന്ദ് കാസി സമാധി സ്ഥലം കാണാൻ ജനങ്ങൾ ഇപ്പോഴും പോകാറുണ്ട്. ശ്ലോകം 125. ക്രോധേ സന്ധ്യാകാലേ കാജി ഏകാഖരേ ആയില മൃദംഗ ഭാംഗിയ ലോകേ കഹിതേലാകില. വിവർത്തനം. ജയശ്രീല പ്രഭുവാൻ. സന്ധ്യാസമയത്ത് നാമസങ്കീർത്തനം നടക്കുകയായിരുന്ന ഒരു ഗൃഹത്തിലേക്ക് ചാന്ദ് കാസി ക്രുദ്ധനായി വരികയും അവിടെ കണ്ട ഒരു മൃദംഗം അടിച്ചുടച്ചിട്ട് ഇപ്രകാരം പറയുകയും ചെയ്തു. ശ്ലോകം 126. ഏതകാല കേഹനാഹി കൈല ഹിന്ദുയാനി ഏബേയേ ഉദ്യമചാലവോ കാരബല ജാനി. വിവർത്തനം. ജയശ്രീല പ്രഭുവാൻ. ഇത്രയും കാലം നിങ്ങൾ ഹിന്ദുമത തത്വങ്ങൾ പിന്തുടർന്നിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് ചെയ്യുന്നത് ആരുടെ ബലത്തിലാണെന്ന് എനിക്ക് അറിയണം. ഭാവാർത്ഥം. ജയശ്രീല പ്രഭുവാൻ. ബംഗാളിൽ ബക്തിയാർ ഖിലിജിയുടെ കയ്യേറ്റം മുതൽ ചാന്ദ് കാസിയുടെ കാലം വരെ ഹിന്ദുക്കൾ അഥവാ വൈദിക തത്വങ്ങൾ പിന്തുടരുന്നവർ അടിച്ചമർത്തപ്പെട്ടിരുന്നു. ഇന്നത്തെ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് എന്നതുപോലെ ആർക്കും ഹൈന്ദവ ധർമ്മങ്ങൾ സ്വതന്ത്രമായി ആചരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഹിന്ദു സമൂഹത്തിന്റെ ഈ അവസ്ഥയാണ് ചാന്ദ് കാസി പരാമർശിച്ചത്. മുമ്പ് ഹിന്ദുക്കൾ അവരുടെ ധാർമ്മിക തത്വങ്ങൾ പരസ്യമായി ആചരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ സ്വതന്ത്രമായി നാമസങ്കീർത്തനം ചെയ്യുന്നു. അതുകൊണ്ട് അവർ ഈ സാഹസത്തിന് മുതിരുന്നത് തീർച്ചയായും ആരുടെയെങ്കിലും പിൻബലം ഉള്ളത് കൊണ്ടായിരിക്കണം. അതായിരുന്നു വാസ്തവം. ഹിന്ദുവെന്ന് പറയപ്പെടുന്ന സമൂഹത്തിലെ ആളുകൾ സമൂഹത്തിലെ നിയമങ്ങളും രീതികളും പാലിച്ചിരുന്നെങ്കിലും അവർ അവരുടെ ധർമ്മം നിഷ്ഠയോടെ നിർവഹിക്കാൻ മറന്നുപോയിരുന്നു. പക്ഷേ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സാന്നിധ്യത്തിൽ അവിടുന്ന് ആജ്ഞ അനുസരിച്ച് അവർ യഥാർത്ഥത്തിൽ നിയാമക തത്വങ്ങൾ പിന്തുടരാൻ ആരംഭിച്ചു. ആ ആജ്ഞ ഇപ്പോഴും നിലനിൽക്കുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തും ഒരുവൻ അത് നിർവഹിക്കാൻ കഴിയും. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശത്തിന് കീഴിൽ നിയാമക തത്വങ്ങൾ പിന്തുടർന്ന് ഒരു ആധ്യാത്മിക ഗുരുവായി തീരുവാനും ദിവസവും കുറഞ്ഞത് 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുവാനും കൃഷ്ണ അവബോധം ലോകത്തിലുടനീളം പ്രചരിപ്പിക്കാനുമാണ് ആ ആജ്ഞ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞ ദൃഢമായി പാലിക്കുന്ന പക്ഷം നമുക്ക് ആധ്യാത്മിക ശക്തി നേടാനും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെ ആരിൽ നിന്നും വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതെ സ്വതന്ത്രമായി പ്രചരിപ്പിക്കുവാനും കഴിയും. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം കൂടെ വായിക്കണം. ഹരേ കൃഷ്ണ പദജി. ഞങ്ങൾ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ആ ഒരു സെക്ഷൻ തീർന്നിട്ടില്ല. വരണം കൂടി വായിക്കും. ഹരേ കൃഷ്ണ. കേഹ കീർത്തന ന കരിഹ സകല നഗരേ ആജി അമി ക്ഷമ കരി യായിതേ. വിവർത്തനം. ജയശ്രീല പ്രഭുവാൻ. നഗരത്തിലെ തെരുവുകളിൽ ആരും നാമസങ്കീർത്തനം നടത്തരുത്. ഇന്ന് ഞാൻ ഈ തെറ്റ് ക്ഷമിക്കുകയും വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ജയശ്രീല പ്രഭുവാൻ. ലോകത്തിലെ മഹാനഗരങ്ങളുടെ തെരുവുകളിൽ സങ്കീർത്തനം നിരോധിച്ചുകൊണ്ടുള്ള അത്തരം ഉത്തരവുകൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ അംഗങ്ങളുടെ മേൽ പലപ്പോഴും അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ലോകത്തിലുടനീളം നൂറുകണക്കിന് കേന്ദ്രങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്തിലെ മിക്ക നഗരങ്ങളിലും പോലീസുകാർ ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ന്യൂയോർക്ക്, ലണ്ടൻ, ചിക്കാഗോ, സിഡ്നി, മെൽബോൺ, പാരീസ്, ഹാംബർഗ് തുടങ്ങി ലോകത്തിലെ പ്രമുഖ നഗരങ്ങളുടെ എല്ലാം തെരുവുകളിൽ
കീർത്തനം ചെയ്ത ഞങ്ങൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞ നിർവഹിക്കുന്നു. അത്തരം സംഭവങ്ങൾ ഉണ്ടായത് 500 വർഷങ്ങൾക്ക് മുമ്പായിരുന്നുവെന്നും അവയെല്ലാം ഇപ്പോഴും നടക്കുന്നുവെന്നത് സങ്കീർത്തന പ്രസ്ഥാനം ആധികാരികമാണെന്ന് സൂചിപ്പിക്കുന്നുവെന്നും നാം ഓർക്കണം. എന്തുകൊണ്ടെന്നാൽ സങ്കീർത്തനം നിസ്സാരമായ ഒരു കാര്യമായിരുന്നെങ്കിൽ അസുരന്മാർ അതിനെ എതിർക്കുമായിരുന്നില്ല. ഓരോ കാലത്തിലെയും അസുരന്മാർ ശ്രീ ചൈതന്യ മഹാപ്രഭു ആരംഭിച്ച സങ്കീർത്തന പ്രസ്ഥാനത്തിന് വിഘാതമുണ്ടാക്കാൻ ശ്രമിച്ചു. അതുപോലെ നമ്മൾ ലോകത്തിലെമ്പാടും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർത്തന പ്രസ്ഥാനത്തിനും പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാൻ അസുരന്മാർ ശ്രമിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലടികൾ പിന്തുടരുന്ന സങ്കീർത്തന പ്രസ്ഥാനം പരിശുദ്ധവും സത്യസന്ധവുമാണെന്ന് ഇത് തെളിയിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നിവിടെ നിർത്താം, ഹരേ കൃഷ്ണ. ബാക്കി തുടരാം. ഇപ്പൊ അവസാനത്തെ ഭാവാർത്ഥത്തില് പറഞ്ഞിരിക്കുന്ന കാര്യം എത്രത്തോളം വാസ്തവാന്ന് നോക്കുക. കാരണം ഇന്ന് നമ്മൾ കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്ത് ഇവിടെ ഇപ്പൊ ഇന്ന് പലർക്കും അറിയാൻ പറ്റും, കൊച്ചിയില് നമ്മളൊരു അമ്പലത്തിൽ പോയി, വളരെ പ്രശസ്തമായ ഒരു അമ്പലത്തിൽ ചെന്നപ്പോ ദാമോദരാരതിക്ക് ചെന്നപ്പോ അവിടെ നമ്മുടെ ക്ഷേത്രം പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താന്ന് വെച്ചാല് വായി തുറക്കാൻ പാടില്ല, ദാമോദരാരതി ചെയ്യാം, ഒന്നും മിണ്ടാതെ, കൊട്ടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നുള്ള ഇൻസ്ട്രക്ഷൻ തന്നിട്ടാണ് നമ്മള് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരു ക്ഷേത്രത്തിൽ, വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ആരതി ചെയ്തു. അപ്പൊ നോക്കൂ, അവിടെയും അസുരന്മാർക്ക് ഭയമുണ്ട്. അത് ഇന്നും ഉണ്ട്, ആ ഭയം തുടരുന്നു എന്നുള്ളതിന്റെ ഇതാണ്. അതേപ്പോ ഗുരുവായൂരും സംഭവിച്ചല്ലോ. ഇവിടെ സംഭവിച്ചു തടഞ്ഞു നിർത്തും. ഞാനൊരിക്കൽ ചോദിച്ചു, ഞങ്ങൾ കുത്തിയിരുന്ന് ഇൻകിലാബ് വിളിക്കണമെന്ന് കേട്ടു. പിന്നെ പ്രശ്നമാവുന്നുണ്ട്, ആൾക്കാരൊക്കെ കൂടി. പിന്നെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു അവരങ്ങ് വിട്ടോളൂന്ന്, പേടിച്ചിട്ട്. പിന്നെ ഞങ്ങൾ പോയി. എറണാകുളത്ത് നടന്നു സെയിം തന്നെ, 2 വർഷമായിട്ട് നടക്കും. നമ്മള് ദാമോദരാരതി ചെയ്യാം, പടം വെച്ച് ചെയ്യാം, പക്ഷെ മിണ്ടാൻ പാടില്ല എന്നാണ് ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു ക്ഷേത്രത്തിൽ. ഹരേ കൃഷ്ണ. എനിവേ, അപ്പൊ നമുക്കിന്ന് ബാക്കി നാളെ തുടരാം. നാളെ ഗോപാൽ പ്രഭു ഉണ്ടാവും. നിർത്താലോ ഇന്ന്, അല്ലെ? ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंतकोटि वैष्णव प्रभात की जय, गुरुदेव की जय, निताय गौर प्रेमानंदे। हरि हरि ഹരി ഹരി. താങ്ക് യു. कृष्ण। थैंक यू।